ഹലോ ഫ്രണ്ട്സ്, NR നോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. 5/5/2026 നോട്ടിഫിക്കേഷൻ പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ വെൽഡർ ഉണ്ട്, പിന്നെ ടർണർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്, ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ, പിന്നെ COPA, മെക്കാനിസ്റ്റ്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് റെഫറൻസ് ആൻഡ് അക്കൗണ്ട്സ്, ബ്ലാക്ക് സ്മിത്ത്, ഹാമർമാൻ, മസോൺ, പൈപ്പ് ലൈൻ ഫിറ്റർ, കാർപ്പൻറ്റർ, പെയിൻറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്. ഇത്രയും വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ ഏകദേശം 1363 വേക്കൻസിയോളം വന്നിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ഫിറ്റർ, വെൽഡർ, മെക്കാനിസ്റ്റ്, ടർണർ, ഇലക്ട്രീഷ്യൻ, COPA, സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്, സ്റ്റെനോഗ്രാഫർ ഹിന്ദി, ഇതിന് 281 വേക്കൻസിയും ഉണ്ട്. ഇതിന് ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് പാസ്സാണ് പറയുന്നത്, 50% മാർക്കോട് കൂടിയിട്ട്. അപ്പോൾ ഇതിൽ മാക്സിമം നോക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് എക്സാമിനേഷനോ പിന്നെ അതേപോലെ ഇൻ്റർവ്യൂ ഒന്നുമില്ല. ഇത് നമ്മളെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കും പിന്നെ ITI കഴിഞ്ഞിട്ടുള്ളവരായിരിക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് UR കാറ്റഗറി ആണെങ്കിൽ 5/5/2002 5/5/2011 ഇടയിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ SC കാറ്റഗറിയിലാണെങ്കിൽ 5/5/1997 5/5/2011 ഇടയിലായിരിക്കണം. ST ആണെങ്കിൽ 5/5/1997 5/5/2011 പിന്നെ അതുപോലെ തന്നെ OBC കാറ്റഗറി ആണെങ്കിൽ 5/5/1999 5/5/2001 ഇതിനൊക്കെ ഇടയിലുള്ള ആൾക്കാർക്കാണ് ഇതിന് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/6/2026 വരെയാണ് ഇത് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അതായത് അടുത്ത മാസം 4-ാം തീയതി വരെയാണ് അപ്ലൈയും കാര്യങ്ങളും ചെയ്യാൻ പറ്റുക. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതുവഴി തന്നെ നിങ്ങൾക്ക് കയറിയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെയാണ്. ഇതിൽ നിങ്ങൾ വായിച്ച് നോക്കിയാൽ വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ അറിയാൻ പറ്റും. 4/6/2026 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ എല്ലാവരും അപ്ലൈയും കാര്യങ്ങളും ചെയ്യുക. ഇതിന് എക്സാമും കാര്യങ്ങളും ഇല്ല, ഇൻ്റർവ്യൂ ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാം.